പ്രിയപ്പെട്ട കുട്ടികളെ, മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്നുള്ള പാഠത്തിലെ അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെന്റ് റിലേറ്റഡ് വിത്ത് അഡ്മിഷൻ, ഇതാണ് നമ്മുടെ ടോപ്പിക്. ഇതിൽ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അതായത് ക്യാപിറ്റൽ ഓഫ് ദ ന്യൂ പാർട്ട്ണർ, കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിങ് റേഷ്യോ, ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്. ഇതിനെ പറ്റിയെല്ലാം നമ്മൾ വളരെ വിശദമായി തന്നെ പഠിച്ചു കഴിഞ്ഞു. നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസും അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് റിസർവ് ആൻഡ് അതർ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് എന്നുള്ള ഭാഗത്തിനെ പറ്റിയാണ്. ഇതിൽ ആദ്യമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് റിസർവ് ആൻഡ് അതർ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കാം. ഇതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് റിസർവ്. ഈ റിസർവ് എന്ന് പറയുന്ന പദം നമ്മൾ നേരത്തെ കേട്ട് കഴിഞ്ഞിട്ടുള്ള പരിചയപ്പെട്ടിട്ടുള്ളതാണ്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ സ്ഥിരമായിട്ട് ബാലൻസ് ഷീറ്റിൽ ജനറൽ റിസർവ് എന്നുള്ളൊരു ഐറ്റം ലയബിലിറ്റി സൈഡിൽ കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ്. എന്താണ് ജനറൽ റിസർവ്? പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള ഒരു ഭാഗം, നാളത്തെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള പൊതുവായ കരുതലിനെയാണ് ജനറൽ റിസർവ് എന്ന് പറയുന്നത്. അപ്പോൾ റിസർവ് എന്നുള്ളത് പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെച്ചൊരു ഭാഗമാണ്. അതായത് പ്രോഫിറ്റിൻ്റെ നേച്ചറുണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ചിലപ്പോൾ വിതരണം ചെയ്യാതെ മാറ്റി വയ്ക്കാം. അതിനാണ് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ അക്കൗണ്ടിൻ്റെ പേര് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ രണ്ട് അക്കൗണ്ടുകളെ പറ്റിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഒന്ന് ജനറൽ റിസർവ്, വേറൊന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത് രണ്ടും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രോഫിറ്റ് ആണെങ്കിൽ ഇത് രണ്ടും ലയബിലിറ്റി സൈഡിൽ വരുന്ന ഐറ്റംസാണ്. അപ്പോൾ പുതിയ ആൾ വരുന്നതിൻ്റെ മുമ്പ് അവരുടെ ബാലൻസ് ഷീറ്റിൽ റിസർവോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ നിൽക്കുന്നുണ്ടെങ്കിൽ അത് പുതിയ ആൾക്ക് അവകാശപ്പെട്ടതല്ല. ഇവർ പണിയെടുത്ത്, അതായത് ഓൾഡ് പാർട്ട്നേഴ്സ് പണി ചെയ്തുണ്ടാക്കിയ പ്രോഫിറ്റും അല്ലെങ്കിൽ റിസർവുമാണ്. അത് ഇവർ തന്നെ വീതിച്ചെടുക്കുന്നു. അപ്പോൾ പുതിയ ആൾ വരുന്നതിന് മുൻപ് അവർ ഇത് വീതിച്ചെടുക്കുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ പരിചയപ്പെടുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ജേണൽ എൻട്രി? എങ്ങനെയാണ് ജേണൽ എൻട്രി സെറ്റ് ചെയ്യുക? നമുക്കറിയാം റിസർവിന് എന്ത് ബാലൻസാ? റിസർവ് അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നതെല്ലാം ലയബിലിറ്റി സൈഡിൽ വരുന്ന ഐറ്റംസാണ്. അപ്പോൾ അതിന് എന്ത് ബാലൻസ് ആണുള്ളത്? അതിന് ക്രെഡിറ്റ് ബാലൻസ് ആണുള്ളത്. ഓൾ ലയബിലിറ്റീസ് ആർ ഷോയിങ് ക്രെഡിറ്റ് ബാലൻസ്. അപ്പോൾ നമ്മൾ ഈ റിസർവ് എന്ന് പറയുന്ന ഒരു ഐറ്റത്തിന് പുതിയ ആൾ വരുന്നതിന് മുമ്പ് ക്യാൻസൽ ചെയ്തിട്ട് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റിസർവ് കുറയ്ക്കാനായിട്ട്, റിസർവിനെ ക്യാൻസൽ ചെയ്യാനായിട്ട്, ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഐറ്റത്തിനെ ക്യാൻസൽ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ജേണൽ എൻട്രി എന്ത് ചെയ്യും? റിസർവ് അക്കൗണ്ട് ഡെറ്റ്. ആർക്കാണത് വീതിച്ചു കൊടുക്കുന്നത്? ഓൾഡ് പാർട്ട്നേഴ്സിന്. അപ്പോൾ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് പ്ലസ് ആവും. അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്ലസ് ആകുമ്പോൾ ഒരു ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഐറ്റമാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. അത് പ്ലസ് ആക്കാൻ വേണ്ടി ക്രെഡിറ്റ് തന്നെ ചെയ്യും. അപ്പോൾ ജേണൽ എൻട്രി എങ്ങനെ സെറ്റ് ചെയ്യാം? റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത് തന്നെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയാലും സംഭവിക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഐറ്റാണ്. അത് അവിടുന്ന് ക്യാൻസൽ ചെയ്തിട്ട് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ലയിപ്പിക്കാനായി പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിനെ ക്യാൻസൽ ചെയ്യുമ്പോൾ അതിന് ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഐറ്റാണ്. ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഡെബിറ്റ് ചെയ്യുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഓരോ ക്യാപിറ്റൽ അക്കൗണ്ട് പ്ലസ് ആവും. ഈ രണ്ട് ജേണൽ എൻട്രി, അതായത് ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ജേണൽ എൻട്രി, റിസർവ് ആയാലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതായത് പ്രോഫിറ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെങ്കിൽ ജേണൽ എൻട്രി ഒന്ന് തന്നെയാണ്. റിസർവ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈ അസറ്റ് സൈഡിലാണ് വരുന്നതെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? അത് ലോസ് ആണ്. ലോസ് ആകുമ്പോൾ എന്താ ചെയ്യുക? ഈ പ്രോഫിറ്റിൻ്റെ ജേണൽ എൻട്രി ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്ത. ലോസ് ആണെങ്കിൽ എന്താ ജേണൽ എൻട്രി വരിക? ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് വരും. അത് നമ്മൾ എഴുതിയിട്ടുണ്ട്.
ഫോർ അൺഡിസ്ട്രിബ്യൂട്ടഡ് ലോസസ് ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ആ നഷ്ടത്തിനനുസരിച്ച് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് മൈനസ് ആക്കപ്പെടും. ഇപ്പം ഇതിൽ 10,000 രൂപ റിസർവ്, 5,000 രൂപ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതിൻ്റെ ജേണൽ എൻട്രി എന്താണ്? റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ? അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ജേണൽ എൻട്രി ഒന്ന് തന്നെയാണ്. അത് റേഷ്യോ പറയാത്തതുകൊണ്ട് ഈക്വൽ റേഷ്യോ. അപ്പോൾ 10,000-ൻ്റെ 5,000 രൂപയാക്കി 5,000 രൂപ പിക്ക്, 5,000-ന് 2,500 രൂപയാക്കി പിക്ക് 2,500. അപ്പോൾ ആകെ 20,000 എന്നുള്ളത് 27,000 ആയിട്ട് മാറും. അപ്പോൾ റിസർവ് ഭാഗിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ സി, അതായത് പുതിയ പാർട്ട്ണർ ചേരുന്നതിന് മുമ്പ് ബാലൻസ് ഷീറ്റിൽ ആ ഐറ്റത്തിൻ്റെ ഭാഗം പിന്നെ ഉണ്ടാവില്ല. റിസർവ് ഉണ്ടാവില്ല, അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാവില്ല. അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ പ്ലസ് ആവുമ്പോൾ ബാലൻസ് ഷീറ്റിൽ ആ ക്യാപിറ്റൽ അക്കൗണ്ട് ഇങ്ങനെയായി മാറപ്പെടും. അപ്പോൾ സി വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ പുതിയ പാർട്ട്ണർ വരുന്നതിന് മുമ്പ് നമ്മൾ ഭാഗിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ക്യാപിറ്റൽ അക്കൗണ്ടിൽ റിസർവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ലോസ് അക്കൗണ്ടും മാഞ്ഞു പോയി, അത് ക്യാൻസലായി. അതിൻ്റെ എമൗണ്ട് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കയറി റീറ്റെയിൻ ചെയ്തിരിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രോബ്ലം നമുക്ക് നോക്കാം. വായിക്കാം പ്രോബ്ലം. A and B are partners sharing profits and losses in the ratio 5:3. Their balance sheet as on 31st March 2011 stood as follows. Liability ഉണ്ട്, MO asset ഉണ്ട്. ലയബിലിറ്റിയിൽ ഐറ്റംസ് നോക്കുക. ക്രെഡിറ്റേഴ്സ്, റിസർവ്, ആസ് ക്യാപിറ്റൽ, ബീസ് ക്യാപിറ്റൽ. നമുക്കിവിടെ വേണ്ടത് എന്താണ്? റിസർവ്. റിസർവിൻ്റെ ജേണൽ എൻട്രി എഴുതാനാണ് നമ്മുടെ ചോദ്യം. റിസർവ് ഉണ്ട്. ഇവിടെ നോക്കുക, ക്യാഷ്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ഫർണിച്ചർ, മെഷീനറി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇവിടെ വന്നാൽ അത് ലോസ് ആണ്. അപ്പോൾ ഇവിടെ റിസർവ് ലയബിലിറ്റി ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതായത് ലോസ് അസറ്റും ഉണ്ട്. ഇത് രണ്ടിൻ്റെയും ജേണൽ എൻട്രി എഴുതാനാണ്. അപ്പോൾ നമുക്കതിൻ്റെ ചോദ്യത്തിൻ്റെ ബാക്കി ഭാഗം ഇവിടെ ഉണ്ട്, ഒന്ന് ചെക്ക് ചെയ്യാം. ഓൺ 1st April 2011 they decided to admit C into partnership. Pass entries for the adjustment of reserve and accumulated profit or loss at the time of admission. അപ്പോൾ റിസർവിൻ്റെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും ജേണൽ എൻട്രി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റിസർവിൻ്റെ ജേണൽ എൻട്രി എന്താ നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്? റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. റേഷ്യോട് പറഞ്ഞിട്ടുണ്ട് 5:3. അവരുടെ റേഷ്യോ 5:3 ആണ്. അപ്പോൾ 5:3 അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ജേണൽ എൻട്രി റിസർവ് അക്കൗണ്ട് ഡെറ്റർ 16,000, to as capital 10,000, to B's capital 6,000. Reserve distributed to old partners in the old ratio 5:3. അടുത്തത് അസറ്റ് സൈഡിലുള്ള ലോസ് ആണ്. ലോസിന്റെ ജേണൽ എൻട്രി എന്താ? ആസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. 5,000 രൂപയാണ്. അത് ഓൾഡ് റേഷ്യോയിൽ 5:3 ഡിവൈഡ് ചെയ്യുമ്പോൾ 3,125, 1,875. ലോസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ ദ ഓൾഡ് റേഷ്യോ. ഓക്കെ, ഇനി അടുത്തത് ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് റീവാല്യുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. റീവാല്യുവേഷൻ എന്നുള്ള പദം നമ്മൾ മുന്നേ കേട്ടിട്ടുള്ളതാണ്. നമ്മുടെ പരീക്ഷാ പേപ്പറുകളൊക്കെ റീവാല്യുവേഷന് കൊടുക്കുക. എന്തിനാണ് റീവാല്യുവേഷന് കൊടുക്കുന്നത്? ഒരിക്കൽ കിട്ടിയ മാർക്കിൽ വല്ല വ്യത്യാസമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇവിടെ വ്യത്യാസം കാണുന്നത് എന്തിൻ്റെയാണ്? അസറ്റിൻ്റെയും ലയബിലിറ്റിയുടെയും. അസറ്റും ലയബിലിറ്റി എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുക? ബാലൻസ് ഷീറ്റിലാണ് കാണാൻ കഴിയുക. അപ്പോൾ ബാലൻസ് ഷീറ്റിലെ അസറ്റിൻ്റെയും ലയബിലിറ്റിയുടെയും വിലയെ ബുക്ക് വാല്യൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് യഥാർത്ഥ വില? ഇന്നത്തെ വില എന്താണ്? ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ പഴയ വിലയാണ്. അപ്പോൾ പഴയ ബാലൻസ് ഷീറ്റിലെ പഴയ വില ചിലപ്പോൾ മുന്നേ പല വർഷങ്ങൾക്ക് മുമ്പുള്ള ബാലൻസ് ഷീറ്റിൽ നിന്ന് ക്യാരി ഫോർവേഡ് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിന് ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ വളരെ പഴയ വിലയായിരിക്കാം. അപ്പോൾ ഇന്നത്തെ വില എന്താണ്? അത് തമ്മിലുള്ള വ്യത്യാസം, അതാണ് റീവാല്യുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അതെന്താണെന്നുള്ള കാര്യം നോക്കാം. റീവാല്യുവേഷൻ അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട്. ഇറ്റ് മീൻസ് റീവാല്യുവേഷൻ അക്കൗണ്ട്. അപ്പോൾ ഇവിടെ ഇറ്റ് എന്ന് പറഞ്ഞാൽ റീവാല്യുവേഷൻ അക്കൗണ്ട് എന്നൊന്ന് എഴുതി വെക്കുക. റീവാല്യുവേഷൻ അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട് പ്രിപ്പയർഡ് ടു റെക്കോർഡ് ദ വാല്യൂ ഓഫ് ഡിഫറൻസസ്. നോട്ട് ചെയ്യണം, വാല്യൂ ഓഫ് ഡിഫറൻസ്, വ്യത്യാസം മാത്രം രേഖപ്പെടുത്താനുള്ളതാണ്. ഇന്നത്തെ വിലയല്ല അതിൽ രേഖപ്പെടുത്തുന്നത്. ബുക്ക് വാല്യൂയും ടുഡേയ്സ് വാല്യൂയും തമ്മിലുള്ള ഡിഫറൻസ്,
ടു ഡിഫറൻസസ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്തിന്? ടു ഫൈൻഡ് ഔട്ട് ദ റീവാലുവേഷൻ പ്രോഫിറ്റ് ഓർ ലോസ്. അത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, വിലകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ തമ്മിൽ കമ്പാരിസൺ നടത്തിയിട്ട് ലാഭമാണോ നഷ്ടമാണോ എന്നറിയാം. അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ, റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത്. ഈ പറയുന്ന സാഹചര്യങ്ങളിലൊക്കെ വില വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തി അത് ലാഭമാണോ നഷ്ടമാണോ എന്നറിയാനുള്ള അക്കൗണ്ടാണ് റീവാലുവേഷൻ അക്കൗണ്ട്. അതൊരു നോമിനൽ അക്കൗണ്ടാണ്. ഇനി എന്താണ് ഈ നോമിനൽ അക്കൗണ്ട്? നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടൻസിയിൽ 3 തരം അക്കൗണ്ടുകളാണുള്ളത്. പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. അതിൽ നോമിനൽ അക്കൗണ്ടിന്റെ റൂൾ എന്ന് പറയുന്നത് ഡെബിറ്റ് ദ എക്സ്പെൻസസ് ആൻഡ് ക്രെഡിറ്റ് ദ ഗെയിൻസ്. എല്ലാ നഷ്ടങ്ങളെയും ഡെബിറ്റ് ചെയ്യുക, എല്ലാ നേട്ടങ്ങളെയും ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ വാല്യൂ ഓഫ് ഡിഫറൻസ് ആണ് എന്തിൻ്റെ? അസറ്റിൻ്റെയും ലയബിലിറ്റിയുടെയും. അങ്ങനെ അസറ്റും ലയബിലിറ്റിയുടെയും വാല്യൂ ഓഫ് ഡിഫറൻസ് കാണുമ്പോൾ അവിടെ അസറ്റുകൾക്ക് ഡിഫറൻസ് എന്തൊക്കെ തരത്തിൽ വരാം, എന്തൊക്കെ പോസിബിലിറ്റീസ് ഉള്ളത്? അസറ്റ് ചിലപ്പോൾ വില കൂടാം, വില കുറയാം. ഇതാണ് അവിടുത്തെ അസറ്റിൻ്റെ പോസിബിലിറ്റി. കൂടാതെ വേറൊരു സാധ്യത കൂടിയുണ്ട്. പഴയ ബുക്കിൽ നോക്കുമ്പോൾ കാണാത്തൊരു അസറ്റ് പുതുതായിട്ട് കണ്ടുപിടിക്കപ്പെടുക. അതായത് പഴയ ബാലൻസ് ഷീറ്റിൽ ഒരു കമ്പ്യൂട്ടർ രേഖപ്പെടുത്തിയിട്ടില്ല, പക്ഷേ സ്ഥാപനം ഒതുക്കുന്ന സമയത്ത് നമുക്കൊരു കമ്പ്യൂട്ടർ അവിടുന്ന് ആ മൂലക്കിൽ നിന്ന് കണ്ടെടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അതിനെയാണ് അൺറെക്കോർഡഡ് അസറ്റ്, ചേർക്കാൻ വിട്ടുപോയത് എന്ന് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അസറ്റുകളെ തമ്മിൽ അസറ്റുകളുടെ റീവാലുവേഷനിലെ 3 പോസിബിലിറ്റികൾ. ഒന്നുകിൽ അസറ്റിൻ്റെ വില കൂടാം, അല്ലെങ്കിൽ അസറ്റിൻ്റെ വില കുറയാം, അല്ലെങ്കിൽ ഒരു അൺറെക്കോർഡഡ് അസറ്റ് വരാം. അൺറെക്കോർഡഡ് അസറ്റ് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? അതായത് ഇന്നലെ വരെ അസറ്റ് അവിടെ ഇല്ല, ബാലൻസ് ഷീറ്റിൽ ബുക്കിലില്ല, ഇന്ന് അത് ഉണ്ടാവുന്നു എന്ന് പറയും. ഇന്നലെ വരെ അതിൻ്റെ വില 0 ബുക്കിൽ, അതിൽ നിന്ന് ഇന്നത്തെ വില ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ വില വർധനവ് തന്നെയാണ്. അപ്പോൾ അസറ്റ് ഇൻക്രീസിൻ്റെ അതേ ഇഫക്റ്റ് തന്നെയാണ് അൺറെക്കോർഡഡ് അസറ്റിനും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതുപോലെ തന്നെ ലയബിലിറ്റിക്ക് 3 പോസിബിലിറ്റീസ് ഉണ്ട്. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യപ്പെടാം, ലയബിലിറ്റി ഡിക്രീസ് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ ഒരു അൺറെക്കോർഡഡ് ലയബിലിറ്റി കണ്ടുപിടിക്കപ്പെടാം. അൺറെക്കോർഡഡ് ലയബിലിറ്റിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ലയബിലിറ്റി ഇൻക്രീസ് തന്നെയാണ്. അതായത് ഇന്നലെ ഇല്ല, ഇന്നുണ്ട്. അത് 0-ൽ നിന്നുള്ള വർധനവ്, അത് ലയബിലിറ്റി ഇൻക്രീസ് ആണ്. അപ്പോൾ 3 പോസിബിലിറ്റി. ഒന്നുകൂടി പറയാം, റീവാലുവേഷൻ അക്കൗണ്ടിലെ അസറ്റിന് 3 പോസിബിലിറ്റി ഉണ്ട്. എന്തൊക്കെയാ? അസറ്റ് ഇൻക്രീസ്, അസറ്റ് ഡിക്രീസ്, അൺറെക്കോർഡഡ് അസറ്റ് ജസ്റ്റ് ലൈക്ക് അസറ്റ് ഇൻക്രീസ്. ലയബിലിറ്റിക്ക് 3 പോസിബിലിറ്റി ഉണ്ട്. ലയബിലിറ്റി ഇൻക്രീസ്, ലയബിലിറ്റി ഡിക്രീസ്, അൺറെക്കോർഡഡ് ലയബിലിറ്റി ജസ്റ്റ് ലൈക്ക് ലയബിലിറ്റി ഇൻക്രീസ്. ഇത് എങ്ങനെയാണ് റീവാലുവേഷൻ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഒരു സിംബോളിക് പ്രസന്റേഷൻ നടത്തിയിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു റീവാലുവേഷൻ അക്കൗണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ റൂൾ എന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ടിൻ്റെ റൂൾ ഡെബിറ്റ് ദ ലോസസ് ക്രെഡിറ്റ് ദ ഗെയിൻസ്. ഇവിടെ സംഭവിക്കുന്നത് അത് തന്നെയല്ലേ. അസറ്റിൻ്റെ വില കൂടി, ഇന്നലെ അസറ്റിന് വില കുറവായിരുന്നു ബുക്കിൽ, ഇന്ന് വാല്യൂ ചെയ്ത വില കൂടി. പാർട്ട്നേഴ്സിന് ലാഭമോ നഷ്ടമോ? നമുക്ക് പറയാം തീർച്ചയായിട്ടും ലാഭം. അപ്പോൾ അസറ്റ് ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണ്. അപ്പോൾ അസറ്റ് ഡിക്രീസോ ലോസ് ആണ്, ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. ഇനി ലയബിലിറ്റിയുടെ വില കൂടി, ലയബിലിറ്റി കൂടി, ഇൻക്രീസ് ചെയ്തു. എന്ത് സംഭവിച്ചു? പാർട്ട്നേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ട് കൂടുതൽ കൊടുക്കണം. പാർട്ട്നേഴ്സിന് ആ സ്ഥാപനം വേറൊരാൾക്ക്, സൺഡ്രി ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ട് കൂടുതൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തു, നമുക്ക് നഷ്ടമാണ്. അപ്പോൾ ലോസിൻ്റെ സൈഡിലാണ് വരുന്നത്. അതുപോലെ ലയബിലിറ്റി ഡിക്രീസ് ലാഭവുമാണ്. ഇതിൻ്റെ കൂടെ വരുന്നതാണ് അൺറെക്കോർഡഡ് അസറ്റ്. അൺറെക്കോർഡഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അസറ്റ് ഇൻക്രീസ് തന്നെ, A+ തന്നെ. അൺറെക്കോർഡഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ലയബിലിറ്റി ഇൻക്രീസ്, L+ തന്നെ. അപ്പോൾ അത് രണ്ടും ഇതിൽ വരുന്നത് തന്നെയാണ്, മാറ്റങ്ങളില്ല. ഇതിൽ നിന്ന് നമുക്ക് ജേണൽ എൻട്രി കൂടി പറയാൻ എളുപ്പമാണ്. ഈ ഡെബിറ്റ് സൈഡിനൊക്കെ 2ഉം ക്രെഡിറ്റ് സൈഡിനൊക്കെ ബൈയും ചേർത്ത് വെച്ചാൽ അസറ്റ് ഡിക്രീസിൻ്റെ ജേണൽ എൻട്രി എന്താ? റീവാലുവേഷൻ അക്കൗണ്ട് അറ്റർ ടു അസറ്റ്. ലയബിലിറ്റി ഇൻക്രീസിൻ്റെ ജേണൽ എൻട്രി എന്താ? റീവാലുവേഷൻ അക്കൗണ്ട് അറ്റർ ടു ലയബിലിറ്റി. ഇനി ഒരു ലയബിലിറ്റി അൺറെക്കോർഡ് ലയബിലിറ്റി വന്നാലോ ഇത് തന്നെ റീവാലുവേഷൻ അക്കൗണ്ട് അറ്റർ ടു ലയബിലിറ്റി. ഇനി അസറ്റ് ഇൻക്രീസിൻ്റെ ജേണൽ എൻട്രി എന്താ? ഇവിടെ ബൈ ആണ് ഈ സൈഡിൽ. അപ്പോൾ അസറ്റ് അക്കൗണ്ട് അറ്റർ ടു റീവാലുവേഷൻ അക്കൗണ്ട്.
ലയബിലിറ്റി ഡിക്രീസിന്റെ ജേണൽ എൻട്രി എന്താ? ലയബിലിറ്റി അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ അക്കൗണ്ട്. ഒരു പോസിബിലിറ്റി കൂടി, അൺറെക്കോർഡ് അസറ്റ്, അത് ഇതിന്റെ ജേണൽ എൻട്രി തന്നെ, A+ന്റെ തന്നെ, അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ അക്കൗണ്ട്. ഇങ്ങനെ റീവാലുവേഷൻ അക്കൗണ്ട് വരച്ചാൽ ഡെബിറ്റ് സൈഡിലൊക്കെ റീവാലുവേഷൻ ലോസും ക്രെഡിറ്റ് സൈഡിലൊക്കെ റീവാലുവേഷൻ പ്രോഫിറ്റുകളും ഉള്ള ഐറ്റംസ് ആണ്. അപ്പോൾ ഏത് സൈഡാണ് ഇതിൽ കൂടുതൽ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്രെഡിറ്റ് സൈഡാണ് കൂടുന്നതെങ്കിൽ അത് റീവാലുവേഷൻ പ്രോഫിറ്റായി മാറ്റപ്പെടും. ഡെബിറ്റ് സൈഡാണ് കൂടുന്നതെങ്കിൽ അത് റീവാലുവേഷൻ ലോസ് ആണ്. രണ്ടായാലും അതിൻ്റെ അവകാശികൾ ആര് മാത്രമാണ്? ഓൾഡ് പാർട്ട്നേഴ്സ് മാത്രമാണ്. കാരണം ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള റീവാലുവേഷൻ പ്രോഫിറ്റിനും റീവാലുവേഷൻ ലോസിനും അവർ മാത്രമാണ് അവകാശികൾ. ന്യൂ പാർട്ട്ണർക്ക് ഇതിൽ യാതൊരു ഷെയറുമില്ല. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ബാലൻസ് നമ്മൾ ക്യാരി ഡൗൺ എന്നല്ല എഴുതുക, ആ ബാലൻസ് ഓൾഡ് പാർട്ട്ണർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്. ഇവിടെയാണ് ക്രെഡിറ്റ് സൈഡാണ് റീവാലുവേഷൻ പ്രോഫിറ്റ് ആണ് വരുന്നതെങ്കിൽ ബാലൻസ് ചെയ്യാൻ ഇവിടെ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് എഴുതും. അതല്ല ലോസ് ആണ് ഇവിടെ കൂടുതൽ വരുന്നതെങ്കിൽ നമ്മൾ ഈ ഭാഗത്ത് ബാലൻസ് ചെയ്യാനായിട്ട് ബൈ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതി നമ്മൾ ഓൾഡ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്ത് അവസാനിപ്പിക്കും. ഇതാണ് റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഒരു സിംബോളിക് ഫോം. അതായത് റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് A+L-, ഡെബിറ്റ് സൈഡ് A-L+. ഇതിൽ ജേണൽ എൻട്രിയും എഴുതാനായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ ജേണൽ എൻട്രികളൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. Asset increase, asset account debtor to revaluation account. Asset decrease, revaluation account debtor to asset. Liability increase, revaluation account debtor to liability. Again, liability decrease, liability account debtor to revaluation account. ഇതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ്, ഇതിൽ ബാലൻസ് വന്നാൽ, അതായത് ഈ സൈഡാണ് ക്രെഡിറ്റ് സൈഡാണ് കൂടുന്നതെങ്കിൽ റീവാലുവേഷൻ പ്രോഫിറ്റ്, ബാലൻസ് ടു ഓൾഡ് പാർട്ട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട് ക്യാരി ഡൗൺ ചെയ്യുന്നതിന് പകരം അങ്ങനെ എഴുതി അവസാനിപ്പിക്കും. അത് നമുക്ക് എപ്പോഴും കണ്ടുപിടിക്കാൻ ഈ റീവാലുവേഷൻ അക്കൗണ്ട് വരച്ചതിന് ശേഷം മാത്രമാണ് ഇതിൽ റീവാലുവേഷൻ പ്രോഫിറ്റ് ആണോ റീവാലുവേഷൻ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ എൻട്രിയാണ് നമ്മൾ അവസാനമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് ഫോർ റീവാലുവേഷൻ പ്രോഫിറ്റ് റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ലോസ് ആണെങ്കിൽ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ അക്കൗണ്ട്. അത് നമുക്കൊന്ന് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഫോളോയിങ് ഈസ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് A and B who share profit in the ratio of 3:2. ബാലൻസ് ഷീറ്റ് വായിക്കാം. ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി അസറ്റ്, സൺട്രി ക്രെഡിറ്റേഴ്സ് 20,000, റിസർവ് 5,000. ഇവിടെ ഒരു റിസർവ് ഉണ്ട്, നോട്ട് ചെയ്യണം. റിസർവ് 5,000. A's capital 25,000, B's capital 20,000, total 45,000. Asset side cash in hand 3,000, debtors 12,000, stock 15,000, furniture 10,000, plant and machinery 30,000, balance sheet total 70,000. Again, the terms are the following. On the date of C's admission, they considered the following terms. എന്തൊക്കെയാണ് ടേംസ് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ഒന്ന്, സീസ് ടു ബ്രിങ് ഇൻ ₹15,000 ആസ് ക്യാപിറ്റൽ ആൻഡ് ₹5,000 ആസ് പ്രീമിയം ഫോർ ഗുഡ് വിൽ ഫോർ 1/6 ഷെയർ. രണ്ട്, ദ വാല്യൂ ഓഫ് സ്റ്റോക്ക് ഈസ് റെഡ്യൂസ്ഡ് ബൈ 10% while plant and machinery is appreciated by 10%. മൂന്ന്, furniture is revalued at 9,000. 4. A provision for doubtful debt is to be created on sundry debtors at 5% and ₹200 is to be provided for an electricity bill. 5. Investment worth ₹1,000 not mentioned in the balance sheet is to be taken into account. 6. A creditor of ₹100 is not likely to claim his money and is to be written off. Record journal entries, prepare revaluation account, capital account and balance sheet of the new firm. അപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടത് വലിയൊരു പ്രോബ്ലമാണ്. പക്ഷേ ഈ പ്രോബ്ലം നമുക്ക് അനലൈസ് ചെയ്യണം ഡീറ്റെയിൽ ആയിട്ട്. വൃത്തിയും ഭംഗിയായിട്ട് പ്രോബ്ലം അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പകുതി സോൾവ് ചെയ്തതിന് തുല്യമാണ്. അപ്പോൾ ഒരു പ്രോബ്ലം, അങ്ങനെ ഒരു വലിയ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇത് 3 ഭാഗങ്ങളായിട്ടാണ് ഇത് പ്രോബ്ലത്തിൻ്റെ
തിരിക്കാൻ പറ്റും പ്രോബ്ലത്തിൻ്റെ സ്ട്രക്ചറിന്. അതായത് ആദ്യത്തെ പാരഗ്രാഫിൽ അവരുടെ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ പേരും അവരുടെ റേഷ്യോയുമാണ് പറഞ്ഞിരിക്കുക. എല്ലാ പ്രോബ്ലത്തിലും ഇങ്ങനെ തന്നെയാണ്, ഒരു കോമൺ ഫോർമാറ്റ് ആണ് അത് സ്ട്രക്ചർ. ഫസ്റ്റ് പാരഗ്രാഫ് ഡീൽസ് വിത്ത് നെയിം ഓഫ് ദ ഓൾഡ് പാർട്ട്നേഴ്സ് ആൻഡ് ദെയർ ഓൾഡ് റേഷ്യോ. സെക്കൻഡ് പാരഗ്രാഫ്, സെക്കൻഡ് സെക്ഷൻ ഡീൽസ് വിത്ത് ദ ബാലൻസ് ഷീറ്റ് ആൻഡ് ദ തേർഡ് സെക്ഷൻ ഡീൽസ് വിത്ത് ദ ടേംസ് ഓർ ദ അഡ്ജസ്റ്റ്മെന്റ്സ്. അപ്പോൾ ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് പ്രോബ്ലം തിരിക്കുക. ഫസ്റ്റ് അതിൻ്റെ പാർട്ട്നേഴ്സിൻ്റെ പേര്, അതിൻ്റെ റേഷ്യോ. സെക്കൻഡ് സെക്ഷൻ അതിൻ്റെ ബാലൻസ് ഷീറ്റ്. തേർഡ് സെക്ഷൻ അതിൻ്റെ ടേംസ്, അഡ്ജസ്റ്റ്മെൻറ്റ്. ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഏത് ഭാഗത്തുനിന്ന് ചെയ്തു തുടങ്ങും, എന്താണ് പ്രോബ്ലം ചെയ്യാനുള്ള അപ്രോച്ച്. ഇങ്ങനെ ഒരു വലിയ പ്രോബ്ലം, അഡ്മിഷനിൽ ഒരു വലിയ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യണം ഒരു പ്രോബ്ലത്തിന് ശ്രദ്ധിക്കണം. നമുക്കിങ്ങനെ ഒരു വലിയ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ഇത് അപ്രോച്ച് ചെയ്യേണ്ടത് ടേംസ് മുതലാണ്. എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? ടേംസിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അങ്ങനെ ടേംസിൽ നിന്ന് തുടങ്ങുമ്പോൾ നമുക്കിവിടെ ജേണൽ എൻട്രി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്, ബാലൻസ് ഷീറ്റ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ജേണൽ എൻട്രി ആണ് ചെയ്യേണ്ടത്. അങ്ങനെ ജേണൽ എൻട്രി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു തുടങ്ങേണ്ടത് ഏറ്റവും അവസാന ഭാഗത്തു നിന്നാണ്. അങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ. അങ്ങനെയാണ് നമുക്ക് അവസാന ഭാഗം, അതായത് മറ്റു ഭാഗങ്ങളൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവസാന ഭാഗം നമുക്കൊന്ന് ആദ്യമേ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ജേണൽ എൻട്രി എഴുതാൻ വേണ്ടിയിട്ടുള്ള കാഴ്ചപ്പാടിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ജേണൽ എൻട്രി, ഏതൊക്കെ മേഖലകളുമായി ബന്ധപ്പെട്ട് ജേണൽ എൻട്രി പഠിക്കുകയുണ്ടായി എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് അതിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഏതൊക്കെ മേഖലകളിലാണ് നമ്മൾ ജേണൽ എൻട്രി പഠിച്ചത്? നമ്മൾ പഠിച്ച 7 അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ഞാനിപ്പോൾ സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒന്നാമത്തെ ക്യാപിറ്റൽ ഓഫ് ദ ന്യൂ പാർട്ട്ണർ. ഈ ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റിന് ജേണൽ എൻട്രി ഉണ്ട്. എന്തുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രി? ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രി. അപ്പോൾ ഇതിനൊരു സിംബോളിക് ആയിട്ടുള്ള ഒരു സിമ്പിൾ ഞാൻ കൊടുക്കുകയാണ്, സി. ഒന്ന് സി ആണ്, സിയുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രി. അത് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രിക്ക് പറയാൻ എളുപ്പത്തിന് സി എന്ന് പറയുന്നു. ഒന്ന് സിയുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രി. 2ലും 3ലും ജേണൽ എൻട്രി ഇല്ല. 4ല് ഗുഡ്വില്ലുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രി സിംബോളിക് ആയിട്ട് ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ആസ് ജി. അപ്പോൾ 2 ജിയുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രി. അടുത്തത് 5 റീവാലുവേഷനുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രി ആർ. 5 ആർ. 6 അഡ്ജസ്റ്റ്മെന്റ് ഓഫ് റിസർവ് ആൻഡ് അതർ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ്. റിസർവ് ആണ്, അപ്പോൾ 6 ഇവിടെ വന്നതാണ്, അതുകൊണ്ട് എ എടുക്കാം അക്യൂമുലേറ്റഡ് പ്രോഫിറ്റിന്. അപ്പോൾ ഇവിടെ സി, ജി, ആർ, എ. സി, ജി, ആർ, ഇതാണ് ഇതിൻ്റെ ഒരു ക്രമം. ഈ ക്രമം എപ്പോഴും പാലിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാകുമ്പോൾ തെറ്റുകൂടാതെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും, വിട്ടുപോവില്ല. അപ്പോൾ സി, ജി, ആർ, ഇതാണ് ജേണൽ എൻട്രിയുടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ക്രമം, ഒരു ഹയറാർക്കിക്കൽ ഓർഡർ. നമ്മൾ പഠിച്ച അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെന്റ് റിലേറ്റഡ് വിത്ത് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ 7 സ്റ്റെപ്പ് പഠിച്ചതില്ലേ, അതിലെല്ലാത്തിലും ജേണൽ എൻട്രി ഇല്ല. ജേണൽ എൻട്രി ഉള്ള സ്റ്റെപ്പുകളുടെ ഹയറാർക്കിക്കൽ ഒരു ഓർഡർ സി, ജി, ആർ, എ എന്നുള്ളതാണ്. ക്യാപിറ്റൽ, ഗുഡ്വിൽ, റീവാലുവേഷൻ, അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ്, സി, ജി, ആർ, എ. അപ്പോൾ ഈ ക്രമം ഒന്ന് പാലിക്കാനായിട്ട് എല്ലാവരും മനസ്സിൽ ശ്രദ്ധിക്കുക, സി, ജി, ആർ, എ. അത് വെച്ച് നമുക്ക് ഇനി ഇവിടുത്തെ ടേമുകളൊന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്, അനലൈസ് ചെയ്യാൻ പോവുകയാണ്. ഒന്നാമത്തെ ടേം നമ്മൾ ചെക്ക് ചെയ്യുന്നു, സി ഈസ് ടു ബ്രിങ് ഇൻ ₹15,000 as capital and ₹5,000 as premium for goodwill. അപ്പോൾ എന്താണ് ഇത്? ഏതുമായി ബന്ധം? സി, ജി, ആർ, എയിൽ ഏതുമായി ബന്ധപ്പെട്ട ടേമാണ്? നമുക്ക് നിസ്സംശയം പറയാം, ഇവിടെ സിയുടെ ടേം ഉണ്ട്, ജിയുടെയും ടേം ഉണ്ട്. അതായത് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട ടേമും ഉണ്ട്, ഗുഡ്വില്ലുമായി ബന്ധപ്പെട്ട ടേമും ഉണ്ട്. അപ്പോൾ പെൻസിൽ എടുത്തൊന്ന് സൈഡിൽ നോട്ട് ചെയ്യുക, സിയും ഉണ്ട്, ജിയും ഉണ്ട്, സി, ജി. ഇത് നമ്മളൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് വെച്ചാൽ പ്രോബ്ലം ചെയ്യുമ്പോൾ സ്പീഡിൽ ചെയ്യാൻ, വിട്ടുപോകാതെ ചെയ്യാൻ, തെറ്റ് വരുത്താതെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സി, ജി ഒന്നാമത്തെ ടേമിൽ സിയുമായി ബന്ധപ്പെട്ട്, ജിയുമായി ബന്ധപ്പെട്ട്. ജിയിൽ തന്നെ പ്രീമിയം ആണെന്ന് പറയുമ്പോൾ എന്താണ്? പ്രീമിയം മെത്തേഡിന്റെ ജേണൽ എൻട്രി ആണ്. 2 ജേണൽ എൻട്രി ആണ് എഴുതേണ്ടത്. ഓക്കെ. അടുത്തത്
2, ദ വാല്യൂ ഓഫ് സ്റ്റോക്ക് റെഡ്യൂസ്ഡ് 10%. വാല്യൂ ഓഫ് സ്റ്റോക്കാണ്. സ്റ്റോക്ക് എന്താ? അസറ്റാണ്. അസറ്റ് കുറഞ്ഞു. റെഡ്യൂസ്ഡ് മീൻസ് ഡിക്രീസ്ഡ്. അസറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ CGRAയിൽ ഏതാ? 6 റീവാല്യുവേഷനുമായി ബന്ധപ്പെട്ട ടേമാണ്. ആ 6 തന്നെ സ്പെസിഫിക് ആയി പറയുമ്പോൾ A- ആണിത്. അപ്പോൾ ഇവിടെ A- എന്ന് എഴുതി. എത്ര കുറഞ്ഞു? 10% സ്റ്റോക്ക്. അപ്പോൾ സ്റ്റോക്ക് എത്ര ഉണ്ട്? 15,000 ഉണ്ട്. 10% എന്ന് പറയുമ്പോൾ 1500 രൂപ കുറഞ്ഞു. കുറഞ്ഞ വിലയാണ്. വാല്യൂ ഓഫ് ഡിഫറൻസ് ആണ് എഴുതേണ്ടത്. അപ്പോൾ സൈഡിൽ നമ്മൾ A- എഴുതി. ഒരെണ്ണം കൂടിയുണ്ട്. വൈൽ പ്ലാന്റ് ആൻഡ് മെഷീനറി ഈസ് അപ്രീഷിയേറ്റഡ് മീൻസ് ഇൻക്രീസ്ഡ്. പ്ലാന്റ് ആൻഡ് മെഷീനറി എന്താണ്? റീവാല്യുവേഷനുമായി ബന്ധപ്പെട്ട ടേമാണ്. റീവാല്യുവേഷൻ തന്നെ A ആണ്. അസറ്റ് പ്ലസ് ആണ്. അപ്പോൾ അവിടെ A+ എഴുതി. അതും 10%. പ്ലാന്റ് ആൻഡ് മെഷീനറി എത്രയാണ്? 30,000 രൂപയാണുള്ളത്. 10% എന്ന് പറയുമ്പോൾ 3000 രൂപ. അടുത്തത് ഫർണിച്ചർ ഈസ് റീവാല്യൂഡ് അറ്റ് 9,000. ഫർണിച്ചറിന്റെ ഇന്നത്തെ കൂടിയതോ കുറഞ്ഞതോ അല്ല പറഞ്ഞിട്ടുള്ളത്. വാല്യൂ ഡിഫറൻസ് അല്ല പറഞ്ഞിട്ടുള്ളത്, മറിച്ച് ടുഡേയ്സ് വാല്യൂ ആണ്. അപ്പോൾ പഴയ വില എന്താ? ബുക്കിലുണ്ടാവും പഴയ വില. എത്രയാണ്? ഫർണിച്ചർ 10,000 ആണ്. ഇന്നത്തെ ടുഡേയ്സ് വാല്യൂ 9,000. ദാറ്റ് മീൻസ് എ ഡിക്രീസ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിച്ചിട്ടുള്ളത്? A-. അപ്പോൾ അവിടെ സൈഡിൽ പെൻസിലുണ്ട് A- രേഖപ്പെടുത്തി. അടുത്തത് എ പ്രൊവിഷൻ ഫോർ ഡെപ്റ്റ്ഫുൾ ഡെപ്റ്റ് ഈസ് ടു ബി ക്രിയേറ്റഡ് ഓൺ സൺട്രി ഡെപ്റ്റേഴ്സ് അറ്റ് 5%. ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് പ്രൊവിഷൻ? നമ്മൾ ജനറൽ റിസർവ് പഠിച്ചിട്ടുണ്ട്. എന്താ റിസർവ്? കരുതൽ, പൊതുവായ കരുതൽ. നാളത്തെ എന്താവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പൊതുവായ കരുതൽ ധനം എടുത്തു വെക്കുന്നത്. അപ്പോൾ എന്താ പ്രൊവിഷൻ? പ്രൊവിഷൻ എന്ന് പറഞ്ഞാലും കരുതൽ തന്നെയാണ്. പ്രത്യേക കരുതൽ, എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിന് വേണ്ടി കരുതുന്നതിനെയാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പ്രത്യേക ആവശ്യം എന്നുള്ള അതിൻ്റെ പിന്നാലെ ചേർക്കണം. പ്രൊവിഷൻ ഫോർ ഡെപ്റ്റ്ഫുൾ ഡെപ്റ്റ് എന്ന് പറയും. എന്താണ് ആവശ്യം അത് അതിൻ്റെ വാല് പോലെ പിന്നാലെ ചേർത്ത് ആ ആവശ്യത്തിന് വേണ്ടി മാത്രമേ നാളെ ആ കരുതൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ റിസർവ് ലയബിലിറ്റിയാണ് അല്ലേ? അപ്പോൾ അതുപോലെ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി തന്നെയാണ്. പക്ഷെ നമ്മൾ ഇതുവരെ കണ്ടത് ബാലൻസ് ഷീറ്റിൽ അത് അസറ്റ് നിന്ന് കുറയ്ക്കുന്നത്, ഡെപ്റ്റേഴ്സിൽ നിന്ന് കുറയ്ക്കുന്നത് അസറ്റ് സൈഡിലാണ് കണ്ടിട്ടുള്ളത്. അതിന് കാരണം അത് അതിൻ്റെ പ്രധാനപ്പെട്ട എന്താവശ്യത്തിന് വേണ്ടിയോ എടുത്തു വയ്ക്കുന്നത് അതിൻ്റെ ഹെഡ് അസറ്റ് സൈഡിൽ കിടക്കുന്നതുകൊണ്ട് അവിടെ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാണ്. യഥാർത്ഥത്തിൽ അതൊരു ലയബിലിറ്റിയാണ്. മനസ്സിലായോ? അങ്ങനെ വരുമ്പോൾ പ്രൊവിഷൻ ഡെപ്റ്റ് ഈസ് ടു ബി ക്രിയേറ്റഡ്, ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്നലെ ഉണ്ടായിരുന്നില്ല, ഇന്ന് ഉണ്ടാക്കണം. അപ്പോൾ ഉണ്ടാക്കണം അല്ലെങ്കിൽ പുതിയതായിട്ട് ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞു ഇന്നലെ അത് 0 ആണ്. അപ്പോൾ ഇല്ലായ്മയിൽ നിന്ന് അത് ഉണ്ടാവുകയാണ്. അപ്പോൾ പ്ലസ് ആണ്. എന്താണത്? ആണ്, ലയബിലിറ്റി ആണ്. അപ്പോൾ L+. അതിൽ തന്നെ ഒരു കാര്യം കൂടിയുണ്ട്. ആൻഡ് ₹200 ഈസ് ടു ബി പ്രൊവൈഡഡ് ഫോർ ആൻ ഇലക്ട്രിസിറ്റി ബിൽ. ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കാനായിട്ടൊരു കരുതൽ വെക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കാനായിട്ടൊരു കരുതൽ, ഒരു ലയബിലിറ്റി. ആ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും പറഞ്ഞു ലയബിലിറ്റിയാണ്. ആ പ്രൊവിഷൻ ഫോർ ഔട്ട്സ്റ്റാൻഡിങ് ഇലക്ട്രിസിറ്റി ബിൽ, അതായത് കൊടുക്കാനുള്ള ഒരു ഇലക്ട്രിസിറ്റി ബില്ലിന് വേണ്ടിയിട്ട് ഒരു കരുതൽ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ L+ ആണ് അത്. അപ്പോൾ L+, 2 L+ വന്നു. ഓക്കെ, 5. അപ്പോൾ ഇതിലെ 5% ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടുപിടിക്കണം. ഡെപ്റ്റേഴ്സ് 12,000, 5% എന്ന് പറഞ്ഞാൽ 600 രൂപ. പക്ഷേ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ ഓൺലി 200 രൂപ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇലക്ട്രിസിറ്റി ബില്ല് ഒരു ലയബിലിറ്റി എവിടെയും കാണാനില്ല. മനസ്സിലായി? അപ്പോൾ ഒരു പുതിയൊരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അവിടെ നിൽക്കട്ടെ, അതിൻ്റെ അവസരം വരുമ്പോൾ പറയാം. അടുത്തത് ഇൻവെസ്റ്റ്മെന്റ് വർത്ത് ₹1,000 നോട്ട് മെൻഷൻ ഇൻ ബാലൻസ് ഷീറ്റ് ഈസ് ടു ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. അപ്പോൾ ഇതുവരെയും കാണാത്തൊരു 1000 രൂപ ഇപ്പോൾ കണ്ടെത്തി, തിരഞ്ഞപ്പോൾ കിട്ടി. അൺറെക്കോർഡഡ് അസറ്റാണ്. അപ്പോൾ അൺറെക്കോർഡഡ് അസറ്റ് ഇന്നലെ വരെ ഇല്ല, ഇന്നലെ വരെ 0. അപ്പോൾ ഇന്നാണ് കണ്ടെത്തുന്നത്. ആ 0-ൽ നിന്ന് 1000-ലേക്കുള്ള വർധനവ് എന്ത് സംഭവിക്കുന്നത്? അൺറെക്കോർഡഡ് അസറ്റ് ഈസ് ഈക്വൽ ടു A+. അപ്പോൾ നമ്മൾ A+ എന്ന് എഴുതി വെച്ചു. അടുത്തത് ക്രെഡിറ്റർ ഓഫ് 200 ഈസ് നോട്ട് ലൈക്ലി ടു ക്ലെയിം ഹിസ് മണി. ഒരു ക്രെഡിറ്റർ 200 രൂപ അവകാശപ്പെടുന്നില്ല, വേണ്ട എന്നാണ് പറയുന്നത് ക്രെഡിറ്റർ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ, ക്രെഡിറ്റർക്ക് 20,000 രൂപ കൊടുക്കാണ്ട് അത് എത്ര രൂപ കൊടുത്താൽ സമ്മതിക്കും? 200 രൂപ കുറച്ച് കൊടുത്താൽ സമ്മതിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലാഭമായില്ലേ?
അപ്പോൾ അത് ഒരു ലയബിലിറ്റി കുറയാണ്. അപ്പോൾ L-, ഇതാണ് നമ്മളുടെ ഒരു അനാലിസിസ് ടേംസിൻ്റെ. അപ്പോൾ നമ്മൾ ടേംസ് അനലൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെ സിംബോളിക് ആയിട്ടുള്ള ഇതാണ് ആൽഫബറ്റുകൾ ഉപയോഗിച്ചത്. CGR, ഇതാ CGR, A+A- L+L- ഒക്കെ ആറിൽ പെട്ടതാണ്. അപ്പോൾ CGR ഇവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി ഒരു A ഉണ്ട്. എന്താ എ എന്ന് പറഞ്ഞാൽ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റാണ്. അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ജനറൽ റിസർവ്. ഇത് നമുക്കിവിടെ ടേംസിൽ കിട്ടുന്നതല്ല, കുട്ടികൾ ശ്രദ്ധിക്കണം. എവിടുന്നാണ് റിസർവിൻ്റെ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ്? ദാറ്റ് മീൻസ് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് മീൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ജനറൽ റിസർവിൻ്റെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും സ്ഥാനം എവിടെയാണ്? അത് ബാലൻസ് ഷീറ്റിലാണ്. ആ ബാലൻസ് ഷീറ്റ് ചെക്ക് ചെയ്ത് നോക്കണം ഈ പറഞ്ഞ ഐറ്റംസ് ഉണ്ടോയെന്ന്. അപ്പോൾ CGRAയിൽ CGR നമുക്ക് ടേംസിൽ നിന്ന് അവൈലബിൾ ആവും. A ഒരിക്കലും ടേംസിൽ നിന്ന് അവൈലബിൾ ആവില്ല. Aയുടെ സ്ഥാനം ബാലൻസ് ഷീറ്റാണ്. ബാലൻസ് ഷീറ്റിൽ ചെക്ക് ചെയ്യുമ്പോൾ റിസർവ് 5000 രൂപ ഉണ്ട്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ റിസർവ് ഉണ്ട്. ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. റിസർവിൻ്റെ ഭാഗത്ത് A എന്ന് രേഖപ്പെടുത്തി വയ്ക്കുക പെൻസിലുണ്ട് A. അപ്പോൾ ഇവിടെ ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടോ? ഇല്ല. ഡെബിറ്റ് സൈഡിൽ, അതായത് അസറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടോ? ലോസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ജേണൽ എൻട്രി എഴുതേണ്ട ആ സിസ്റ്റമാറ്റിക് ഹയറാർക്കിക്കൽ ഓർഡർ നമ്മൾ പാലിച്ചു, അത് മനസ്സിലാക്കി, അത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നോട്ട് ചെയ്യുകയും ചെയ്തു. നമുക്ക് C കിട്ടി, G കിട്ടി, R കിട്ടി, A കിട്ടി. CGR ഇവയുടെ സ്ഥാനം ടേംസിലും Aയുടെ സ്ഥാനം ബാലൻസ് ഷീറ്റിലുമാണ്. അപ്പോൾ ബാലൻസ് ഷീറ്റ് തിരഞ്ഞ്, അപ്പോൾ നമ്മൾ ഈ ക്രമം പാലിച്ച് നമുക്ക് A വിട്ടുപോവാതെ നോക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ജേണൽ എൻട്രി എഴുതാനായിട്ട് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ജേണൽ എൻട്രി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാം നമ്മളെല്ലാ കാര്യങ്ങളും ജേണൽ എൻട്രി എഴുതാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിനെ ഒരു സിംബോളിക് പ്രസൻറ്റേഷൻ നടത്തി കഴിഞ്ഞ് നമ്മൾ എന്താണ് റീവാലുവേഷൻ അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡാണ് A+L-, A-L+. ഓക്കെ, ഇത് വെച്ച് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സിയുടെ ജേണൽ എൻട്രി എഴുതുന്നു. ക്യാഷ് കൊണ്ടുവരുന്നതാണ്. എന്താ ക്യാഷ് കൊണ്ടുവരുന്നത്? എത്ര രൂപയാണ്? 15,000. അപ്പോൾ നമ്മൾ അതിൻ്റെ ജേണൽ എൻട്രി എഴുതി. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സീസ് ക്യാപിറ്റൽ 15,000. ഓക്കെ, അടുത്തത് ഗുഡ്വില്ലിൻ്റെ ജിയുടെ ജേണൽ എൻട്രി എഴുതാൻ. ജിയുടെ പ്രീമിയം മെത്തേഡാണ്. 2 ജേണൽ എൻട്രി വരും. അപ്പോൾ 2 ജേണൽ എൻട്രി എഴുതി. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 5000 ടു ഗുഡ്വിൽ 5000. അത് കഴിഞ്ഞാൽ അത് റീറ്റെയിൻ ചെയ്യുമ്പോൾ ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റർ 5000 ടു ആസ് ക്യാപിറ്റൽ 3000 ടു ബീസ് ക്യാപിറ്റൽ 2000. ഇത് സാക്രിഫൈസിങ് റേഷ്യോ ആണ്. അത് എങ്ങനെയാണെന്ന് പറയാത്തതുകൊണ്ട് ഓൾഡ് റേഷ്യോ തന്നെ സാക്രിഫൈസിങ് റേഷ്യോ ആയിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ പ്രീമിയം മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ 2 ജേണൽ എൻട്രികൾ എഴുതാൻ മറക്കരുത്. ഒരു ജേണൽ എൻട്രി അല്ല, 2 ജേണൽ എൻട്രിയാണ് പ്രീമിയം മെത്തേഡിൽ. പറഞ്ഞിട്ടില്ലെങ്കിലും അത് എഴുതിയേ പറ്റൂ. അടുത്തത് നമ്മളിനി ടേംസ് വരുമ്പോൾ റീവാലുവേഷനുമായി ബന്ധപ്പെട്ട ടേംസ് ആണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്കൊന്ന് ഒരു ചെറിയൊരു മാറ്റം വരുത്താം. നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റിലെ ആ എയുടെ ജേണൽ എൻട്രി, എന്താണ്? റിസർവുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രി. എയിൽ റിസർവ് വരും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും വരും. അതിലിവിടെ റിസർവിൻ്റെ ജേണൽ എൻട്രി നമുക്കൊന്ന് എഴുതാം. എന്താ റിസർവിൻ്റെ ജേണൽ എൻട്രി? നമ്മൾ നേരത്തെ പഠിച്ചു. റിസർവ് ഇവിടുന്ന് ക്യാൻസൽ ചെയ്തിട്ട് ഓൾഡ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കൊടുക്കുമ്പോൾ ജേണൽ എൻട്രി റിസർവ് അക്കൗണ്ട് ഡെറ്റർ 5000 ടു ആസ് ക്യാപിറ്റൽ 3000 ടു ബീസ് ക്യാപിറ്റൽ 2000. അത് അങ്ങനെ റിസർവിൻ്റെ ജേണൽ എൻട്രി അവിടെ എഴുതാൻ ആ ക്രമം CGRAൻ്റെ ക്രമം തെറ്റിച്ചതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ ജേണൽ എൻട്രി എഴുതി കഴിഞ്ഞാൽ റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ റീവാലുവേഷൻ അക്കൗണ്ടിലെ ജേണൽ എൻട്രിയിലൊക്കെ ഒരുമിച്ച് വന്നോട്ടെ. അപ്പോൾ എഴുതാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്, നമുക്ക് പോസ്റ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി, അതിന് വേണ്ടിയാണ് നമ്മൾ ആ A അവിടെ നേരത്തെ എഴുതി ജേണൽ എൻട്രി സെറ്റ് ചെയ്തത്. ഇനി ഒക്കെ എഴുതുമ്പോൾ R-ൻ്റെയാണ്, ബാക്കിയുള്ളതൊക്കെ R-ൻ്റെയാണ്. ആദ്യം A- സ്റ്റോക്ക് ഡിക്രീസ് ചെയ്യാണ് 10%. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി എഴുതുന്നു. സ്റ്റോക്ക് ഡിക്രീസ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു സ്റ്റോക്ക് 1500. സംഖ്യയൊക്കെ നമ്മൾ കണ്ടുപിടിച്ചാണ് 10%. സ്റ്റോക്ക് ഡിക്രീസിന് ഉടനെ തന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രോബ്ലം പറഞ്ഞിട്ടുണ്ട്, ജേണൽ എൻട്രി ഉണ്ടാക്കണം, റീവാലുവേഷൻ അക്കൗണ്ട് ഉണ്ടാക്കണം. ഉടനെ തന്നെ നമ്മൾ ഇത് എഴുതുന്നതോടുകൂടി റീവാലുവേഷൻ അക്കൗണ്ടും കൂടി വരയ്ക്കുകയാണ്. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെയും കൂടി പണി ഒരുമിച്ച് കഴിഞ്ഞു. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് വരച്ചു. റീവാലുവേഷൻ അക്കൗണ്ടിൽ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക? നമ്മൾ പറഞ്ഞു അസറ്റിൻ്റെ വില പറയുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു സ്റ്റോക്കാണ്. A- എന്ന് പറഞ്ഞാൽ സ്റ്റോക്കാണ്. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ എന്ത് എഴുതണം? ടു സ്റ്റോക്ക് എന്ന് എഴുതണം. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ള റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു സ്റ്റോക്ക് 1500. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ അടുത്ത ജേണൽ എൻട്രിയിലേക്ക് നമ്മൾ പോവുകയാണ്. എന്താ അടുത്ത ജേണൽ എൻട്രി?
ഒരു എ പ്ലസ് ഉണ്ട്. എന്താ അത്? പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻക്രീസ്ഡ് ആണ്. ആ പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻക്രീസ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി എന്താ? ജേണൽ എൻട്രി നമുക്കറിയാം, പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് ഡെറ്റർ 3000 ടു റീവാലുവേഷൻ അക്കൗണ്ട് 3000. ഇത് റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യാണ്. റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ബൈ പ്ലാന്റ് ആൻഡ് മെഷീനറി 3000. ഓക്കെ, അടുത്തത് ഐറ്റം നോക്കുക. അടുത്ത ഐറ്റം ഫർണിച്ചർ റീവാല്യൂഡ് അറ്റ് 9000. അത് നമ്മൾ രേഖപ്പെടുത്തിയത് എ മൈനസ് ആണ്. അപ്പോൾ എ മൈനസിന്റെ ജേണൽ എൻട്രി എന്താ നോക്കാം. റീവാലുവേഷൻ അക്കൗണ്ട് അറ്റ് ടു ഫർണിച്ചർ 1000 രൂപ നമ്മൾ പോസ്റ്റ് ചെയ്യാണ്. റീവാലുവേഷൻ അക്കൗണ്ട് അറ്റ് ടു ഫർണിച്ചർ 1000 രേഖപ്പെടുത്തി. ഓക്കെ, അടുത്തത് നോക്കുകയാണ്. അടുത്ത ജേണൽ എൻട്രി എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ്? ഒരു എൽ പ്ലസ് എന്താ? പ്രൊവിഷൻ ഫോർ ഡപ്റ്റ്ഫുൾ ഡെപ്റ്റ് ആണ്. അപ്പോൾ ജേണൽ എൻട്രി എന്താ? എൽ പ്ലസിന്റെ ജേണൽ എൻട്രി നമ്മൾ എഴുതാൻ പോകുന്നത്. അതായത് റീവാലുവേഷൻ അക്കൗണ്ട് അറ്റ് ടു പ്രൊവിഷൻ ഫോർ ഡപ്റ്റ്ഫുൾ ഡെപ്റ്റ് 600 രൂപ. അത് രേഖപ്പെടുത്തുമ്പോൾ പോസ്റ്റ് ചെയ്യുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് അറ്റ് ടു പ്രൊവിഷൻ ഫോർ ഡപ്റ്റബിൾ ഡെപ്റ്റ് 600 രൂപ നമ്മൾ പോസ്റ്റിംഗ് നടത്തി. അടുത്ത ഐറ്റം നോക്കുകയാണ്. അടുത്ത ഐറ്റം വീണ്ടും എൽ പ്ലസ് ആണ്. എന്താണ്? ഒരു ഇലക്ട്രിസിറ്റി ബില്ലിന്റെ പ്രൊവിഷൻ ആണ് പറയുന്നത്. അപ്പോൾ അതിന്റെ ജേണൽ എൻട്രി സെയിം വേയിൽ നമ്മൾ അടുത്ത ജേണൽ എൻട്രി ചെയ്യുന്നു. റീവാലുവേഷൻ അക്കൗണ്ട് അറ്റ് ടു പ്രൊവിഷൻ ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് റിപ്പയർ ബിൽ 200 രൂപ. അത് പോസ്റ്റ് ചെയ്യുന്നു. ടു പ്രൊവിഷൻ ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് റിപ്പയർ ബിൽ 200 രൂപ. അപ്പോൾ ജേണൽ എൻട്രിയോടൊപ്പം തന്നെ നമ്മൾ പോസ്റ്റിംഗ് ഒരുമിച്ച് നടത്തി പോവാണ്. പിന്നെ സംശയം വരണ്ട, കൃത്യമായിട്ട് ചെയ്തു പോയാൽ മതി. അടുത്ത ഐറ്റം എന്താണെന്ന് നോക്കാം. അടുത്തത് ഒരു എ പ്ലസ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് അൺറെക്കോർഡഡ് ആണ്. എന്താ ജേണൽ എൻട്രി? ഇൻവെസ്റ്റ്മെന്റ് അൺറെക്കോർഡഡിന്റെ ജേണൽ എൻട്രി നോക്കാം. ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് അറ്റ് ടു റീവാലുവേഷൻ അക്കൗണ്ട് 1000. അപ്പോൾ അത് കയ്യോടെ പോസ്റ്റ് ചെയ്യണം. റീവാലുവേഷൻ അക്കൗണ്ടിൽ ബൈ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു. ബൈ ഇൻവെസ്റ്റ്മെന്റ് 1000 രൂപ. ഓക്കെ, അടുത്ത ഐറ്റം എന്താ സംഭവിച്ചിട്ടുള്ളത്? ഒരു എൽ മൈനസ് ആണ്. ക്രെഡിറ്ററുടെ എമൗണ്ട് 100 രൂപ കുറയാണ്. അപ്പോൾ എൽ മൈനസ് ക്രെഡിറ്റർ ലയബിലിറ്റി കുറയുമ്പോൾ എന്താണ് ജേണൽ എൻട്രി? ആ ജേണൽ എൻട്രി രേഖപ്പെടുത്തിയത് നോക്കൂ. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അറ്റ് ടു റീവാലുവേഷൻ അക്കൗണ്ട്. അപ്പോൾ ആ ജേണൽ എൻട്രി നമ്മൾ പോസ്റ്റ് ചെയ്തു റീവാലുവേഷൻ അക്കൗണ്ടിൽ ബൈ ക്രെഡിറ്റേഴ്സ് 100 രൂപ. അപ്പോൾ ഇതൊക്കെ റീവാലുവേഷൻ പ്രോഫിറ്റുകളുമായി ബന്ധപ്പെട്ടുള്ളത്, റീവാലുവേഷൻ ലോസുകളുമായി ബന്ധപ്പെട്ടുള്ളത്. ഏത് സൈഡാണോ ബാലൻസ് കൂടുതൽ അതനുസരിച്ചാണ് റിസൾട്ട്. ഈ ക്രെഡിറ്റ് സൈഡാണ് ബാലൻസ് കൂടുന്നതെങ്കിൽ റീവാലുവേഷൻ പ്രോഫിറ്റും, ഡെബിറ്റ് സൈഡാണ് ബാലൻസ് കൂടുന്നതെങ്കിൽ റീവാലുവേഷൻ ലോസും. അത് നമ്മൾ ബാലൻസ് ചെയ്തതിന് ശേഷം മാത്രമേ എത്ര റീവാലുവേഷൻ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര റീവാലുവേഷൻ ലോസ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ജേണൽ എൻട്രിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം ഇവിടെ വിട്ടിട്ട് ഇതിപ്പോൾ എഴുതാനായിട്ട് നമുക്ക് പറ്റില്ല. ഈ 800 രൂപ എന്നുള്ള കാര്യം ഇപ്പം നമുക്ക് എഴുതാൻ പറ്റില്ല. ഈ ജേണൽ എൻട്രി ക്രെഡിറ്റേഴ്സിന്റെ ജേണൽ എൻട്രി എഴുതി കഴിഞ്ഞ ഉടനെ ഇത് എഴുതാൻ പറ്റില്ല. കാരണം ഇത് നമുക്ക് ഇവിടുന്ന് വരച്ച് ബാലൻസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ആണ്. അപ്പോൾ ഇവിടെ ജേണൽ എൻട്രിക്കുള്ള സ്ഥലം വിട്ടിട്ട് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് ക്രെഡിറ്റ് സൈഡ് 4100 ബാലൻസ് കിട്ടി. അതാണ് കൂടുതൽ. അപ്പോൾ റീവാലുവേഷൻ പ്രോഫിറ്റ് ആണ്. അപ്പോൾ അത് ഡെബിറ്റ് സൈഡിൽ ക്യാരി ഡൗൺ അല്ല ചെയ്യുക. അത് ആർക്കാണ്? ആ 800 രൂപയാണ് അധികം വന്നിട്ടുള്ള ബാലൻസ്. അത് ഓൾഡ് പാർട്ട്നേഴ്സിന് ആ പ്രോഫിറ്റ് ഭാഗിച്ചു കൊടുക്കുമ്പോൾ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതിയിട്ട് ഇന്നർ കോളത്തിൽ അത് എസ് ക്യാപിറ്റൽ 450, ബീസ് ക്യാപിറ്റൽ 320, അതായത് 3:2 അത് ഭാഗിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഈ റീവാലുവേഷൻ പ്രോഫിറ്റിന് ഉണ്ടായിട്ടുള്ള ജേണൽ എൻട്രി ആണ്. ഈ ഫിഗറിന് ഉണ്ടായിട്ടുള്ള ജേണൽ എൻട്രി എന്താണ്? റീവാലുവേഷൻ അക്കൗണ്ട് അറ്റ് 800 ടു എസ് ക്യാപിറ്റൽ 450, ടു എസ് ക്യാപിറ്റൽ 450, ടു ബീസ് ക്യാപിറ്റൽ 320. അപ്പോൾ ഇത് റീവാലുവേഷൻ അക്കൗണ്ടിൽ നിന്ന് എമർജ് ചെയ്തിട്ടുള്ള ജേണൽ എൻട്രി ആണ്. ആ എമർജ് ചെയ്തിട്ടുള്ള ജേണൽ എൻട്രി നമുക്ക് വരച്ചാൽ മാത്രമേ കിട്ടുള്ളൂ, അത്രയാണെന്നുള്ള കാര്യം. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ സ്ഥലം വിട്ടിട്ട് വേണം അക്കൗണ്ട് വരയ്ക്കാനും. അപ്പോൾ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു സ്ഥലം കണക്കാക്കി വിടണം. അതനുസരിച്ച് വരച്ചതിൻ്റെ ആൻസർ ഇവിടേക്ക് എടുത്ത് എഴുതുകയും ചെയ്യാം എമർജ് ചെയ്ത ജേണൽ എൻട്രി. അപ്പോൾ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് വരച്ചു കഴിഞ്ഞു. ഇത് നമുക്ക് വരയ്ക്കേണ്ടത് എന്താ? കമ്പൈൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ഈ കമ്പൈൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമുക്കറിയാം, ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാനൊക്കെ അറിയാം. നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിലും ഫിക്സഡ് മെത്തേഡിലും ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൽ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. കറണ്ട് ഒന്നും ഇവിടെ വേണ്ട, നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെ തനിയെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ച 3 പേരുണ്ട്. ഇപ്പോൾ എയും ബിയും സിയും ഉണ്ട്. അപ്പോൾ കമ്പൈൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് എ, ബി ആൻഡ് സി. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെയാണ് തുടങ്ങുക? ക്യാപിറ്റൽ അക്കൗണ്ട് സ്റ്റാർട്ട്സ് വിത്ത് ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ ഓർ ക്യാഷ്. എങ്ങനെ ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ?
ഓൾഡ് പാർട്ട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ. അല്ല, പുതിയ ഒരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ അതിൽ ക്യാഷ്. ഇതൊരു പഴയ സ്ഥാപനം. അപ്പോൾ എവിടുന്ന ഈ പഴയ ബാലൻസ് കിട്ടുക? ക്യാപിറ്റലിൻ്റെ പഴയ നമ്മുടെ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ മതി. ഇതാ ബാലൻസ് ഷീറ്റിൽ കാണാം എയുടെ ക്യാപിറ്റൽ 25,000, ബിയുടെ ക്യാപിറ്റൽ 20,000. അപ്പോൾ നമ്മൾ ഇതൊക്കെ എടുത്തു കഴിഞ്ഞതാണ്. ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ ടിക്ക് ചെയ്യണം. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ടിക്ക് ചെയ്താൽ ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ ടിക്ക് ചെയ്താൽ പിന്നെ അത് എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതവിടെ നമ്മൾ റിസർവ് എടുത്തു കഴിഞ്ഞാണ്. ഇവിടെ നമ്മൾ ഏന്ന് എഴുതിയിട്ട് ജേണൽ എൻട്രി ഒക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ടിക്ക് ചെയ്ത് പോയതാണ്. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ എയുടെ ക്യാപിറ്റൽ എടുക്കുകയാണ്. അപ്പോൾ ക്യാപിറ്റൽ എടുത്തിട്ട് നമ്മൾ എവിടേക്ക് ഇടുന്നു? ഈയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ. എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 25,000, ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് 20,000. സിക്ക് ഉണ്ടാവില്ല. സി എന്താ? പഴയ പാർട്ട്ണർ അല്ല. പഴയ പാർട്ട്ണർമാർക്കാണ് പഴയ ബ്രോട്ട് ഡൗൺ ഉള്ളൂ. ഇത് പുതിയ ആളാണ്. അപ്പോൾ പുതിയ ആളുടെ എവിടെ നിന്ന് കിട്ടും? അത് നമ്മൾ ഈ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രികൾ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ചെയ്തപ്പോൾ നമ്മൾ CGRA ചെയ്തു. CGRAയിൽ 6 മാത്രമാണ്. നമ്മൾ ആദ്യം എങ്ങനെ എഴുതി? ആദ്യം C എഴുതി, പിന്നെ 2 G എഴുതി, പിന്നെ A എഴുതി, പിന്നെ ക്രമത്തിൽ 6 മുഴുവൻ എഴുതി. എന്തിനാ 6 മുഴുവൻ ഒരുമിച്ച് എഴുതിയത്? അപ്പോൾ ആ റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ക്രമമായിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ളത് സിയും പോസ്റ്റ് ചെയ്യാതെ ബാക്കി കിടക്കുന്നത് സിയും ജിയും എയും മാത്രമാണ്. അപ്പോൾ ഈ സിയും ജിയും എയും ഈ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് നോക്കുക, ഓരോന്നും നോക്കി അത് കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്യാം. ഇതാ ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു സീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്ത് എഴുതണം? ബൈ ക്യാഷ് എന്ന് എഴുതണം. ഇത് എഴുതിയിരിക്കുന്നു ബൈ ക്യാഷ്. ബൈ ക്യാഷ് എന്ന് എഴുതി സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ സിയുടെ കോളത്തിൽ 15,000. ഓക്കെ. അടുത്ത നോക്കുക, ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ഗുഡ് വിൽ. ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഒരു ഡെബിറ്റിലും ഇല്ല ക്രെഡിറ്റിലും ഇല്ല. അതുകൊണ്ട് ഇത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ട ജേണൽ എൻട്രി അല്ല. ഒരു ജേണൽ എൻട്രിയിൽ ക്യാപിറ്റൽ അക്കൗണ്ട് വന്നാൽ മാത്രമേ നമുക്ക് അതിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് വേണ്ട, ഇത് എടുക്കണ്ട. അടുത്ത ഗുഡ് വിൽ അക്കൗണ്ട് ലെറ്റർ ടു ആസ് ക്യാപിറ്റൽ ടു ബീസ് ക്യാപിറ്റൽ. ഇതാ ഇവിടെ ക്രെഡിറ്റ് ക്യാപിറ്റലിന് വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് പോസ്റ്റ് ചെയ്യണം ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക്. എന്ത് എഴുതണം? ബൈ ഗുഡ് വിൽ എന്ന് എഴുതണം. ഇത് എഴുതിയിരിക്കുന്നു ബൈ ഗുഡ് വിൽ. എത്ര രൂപ വീതം? 3,000, 2,000. ഓക്കെ. അടുത്ത അപ്പോൾ ഇതൊക്കെ എടുത്തു കഴിഞ്ഞു. അടുത്ത് കഴിഞ്ഞ് ഒരെണ്ണം കൂടി ബാക്കിയുള്ളൂ. റിസർവ് അക്കൗണ്ട് ലെറ്റർ ടു ആസ് ക്യാപിറ്റൽ ടു ബീസ് ക്യാപിറ്റൽ. ഇവിടെ ക്യാപിറ്റൽ വന്നിട്ടുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്ത് എഴുതണം? ബൈ റിസർവ്. അതും 3,000, 2,000 തന്നെ. അപ്പോൾ റിസർവ് എന്ന് പറഞ്ഞ എഴുതി റിസർവ് 3,000, 2,000. ഇതൊക്കെ എക്കും ബിക്കും മാത്രമേ ഉള്ളൂ. അപ്പോൾ എയുടെയും ബിയുടെയും കോളത്തിലാണ് ഇത് എഴുതുന്നത്. അടുത്തത് അപ്പോൾ ഇവിടുത്തെ സി കഴിഞ്ഞു. ജിയിൽ ഒരെണ്ണത്തിന് ഉണ്ടായിരുന്നുള്ളൂ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട്, അതും പോസ്റ്റ് ചെയ്തു. ഇവിടെ എയിൽ ക്യാപിറ്റൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എവിടെയാണ് ഈ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടിട്ടുള്ള? ഇതിന് മുന്നത്തെ സെക്ഷനിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെ നമ്മൾ ഈ റീവാലുവേഷൻ അക്കൗണ്ട് വരച്ചപ്പോൾ ഒരു ജേണൽ എൻട്രി എമർജ് ചെയ്തു. ആ എമർജ് ചെയ്ത ജേണൽ എൻട്രിയിൽ ക്യാപിറ്റൽ ഉണ്ട് ഒരു ഭാഗത്ത്, ക്രെഡിറ്റ് കണ്ടോ? റീവാലുവേഷൻ അക്കൗണ്ട് ലെറ്റർ ടു ആസ് ക്യാപിറ്റൽ ടു ബീസ് ക്യാപിറ്റൽ. അപ്പോൾ ഇത് അവിടേക്ക് പോസ്റ്റ് ചെയ്യണം. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്ത് എഴുതണം? ബൈ റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് എഴുതണം. അപ്പോൾ എഴുതാം നമുക്ക് ബൈ റീവാലുവേഷൻ അക്കൗണ്ട്. ബൈ റീവാലുവേഷൻ അക്കൗണ്ട് 450, 320. എന്താണത്? റീവാലുവേഷൻ പ്രോഫിറ്റ്. ബ്രാക്കറ്റിൽ വേണമെങ്കിൽ പ്രോഫിറ്റ് എന്ന് എഴുതാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തന്നിരിക്കുന്ന ജേണൽ എൻട്രിയിൽ നിന്നൊക്കെ പോസ്റ്റിങ് കഴിഞ്ഞു. അപ്പോൾ നമുക്കത് ഇനി ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ എത്ര കിട്ടണമെന്നുള്ള കാര്യം ചെക്ക് ചെയ്യാം. എയുടെ ടോട്ടല് 31,480, ബിയുടെ ടോട്ടല് 24,320, സിയുടെ ടോട്ടല് 15,000. അത് അതുപോലെ തന്നെ ഇടത് ഭാഗത്തേക്ക് എടുത്ത് ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യാം. അവിടെ ഡെബിറ്റ് സൈഡിൽ ഐറ്റംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സെയിം ബാലൻസ് ആണ്. 31,480, 24,320, 15,000. അപ്പോൾ ഇതാണ് പുതിയ ക്യാപിറ്റൽ. അതായത് എയുടെയും ബിയുടെയും സിയുടെയും പുതിയ ക്യാപിറ്റൽ. പഴയ ബാലൻസ് ഷീറ്റിലുണ്ടായിരുന്ന പഴയ ക്യാപിറ്റലാണ്. ഇപ്പോൾ നമുക്ക് കണ്ടുപിടിച്ചു പുതിയ ക്യാപിറ്റൽ എത്രയാണെന്നുള്ള കാര്യം കണ്ടുപിടിച്ചു. ഓക്കെ. ഇനി നമുക്ക് പ്രോബ്ലത്തിൽ എന്താ ബാക്കി പറഞ്ഞുള്ളത്? ഇനി എന്ത് ചെയ്യാനാ പറഞ്ഞുള്ളത്? ഒരു കാര്യം കൂടി പ്രോബ്ലത്തിൽ ചെയ്യാൻ പറഞ്ഞുള്ളത്. എന്താണ്? ബാലൻസ് ഷീറ്റ് ഓഫ് ദ ന്യൂ ഫേം. ഫേമിൻ്റെ ബാലൻസ് ഷീറ്റ് കൂടി തയ്യാറാക്കാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാനായിട്ട് ശ്രമം നടത്തണം. ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്നു. ലയബിലിറ്റി, അസറ്റ്, ലയബിലിറ്റി എമൗണ്ട്, അസറ്റ് എമൗണ്ട്. എങ്ങനെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കും? തന്നിരിക്കുന്ന പ്രോബ്ലത്തിലെ ബാലൻസ് ഷീറ്റ് നോക്കി ഐറ്റംസ് പകർത്തി എഴുതുക. പകർത്തി എഴുതുന്ന സമയത്ത് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ, വ്യത്യാസങ്ങൾ എവിടെയാണ്?
അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് റീവാലുവേഷൻ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട് ടു റെക്കോർഡ് ദ വാല്യൂ ഓഫ് ഡിഫറൻസസ്. എന്താണ് വാല്യൂ ഓഫ് ഡിഫറൻസസ്? അപ്പോൾ ഡിഫറൻസസുകൾ എവിടെയാണ് കാണുക? റീവാലുവേഷൻ അക്കൗണ്ടിൽ കാണാം. മനസ്സിലായ? അപ്പോൾ ഈ പഴയ ബാലൻസ് ഷീറ്റ് പകർത്തി എഴുതുമ്പോൾ നമ്മൾ എന്തുകൂടി മനസ്സിലൊപ്പം നോക്കണം? റീവാലുവേഷൻ അക്കൗണ്ടും കൂടി തിരയണം. എന്നാലേ വ്യത്യാസങ്ങളുള്ളത് എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഒരു ഐറ്റം കൊണ്ടുപോകുമ്പോൾ അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇന്നർ കോളത്തിൽ എഴുതുക. എന്നിട്ട് വ്യത്യാസം കൂടി ചേർത്തിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തതിന് ശേഷം ഔട്ടർ കോളത്തിലേക്ക് എഴുതാം. അപ്പോൾ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. അത് എത്രയാണ്? 3000 ആണ്. അപ്പോൾ നമ്മളത് പുതിയ ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുപോവാണ്. ക്യാഷ് ഇൻ ഹാൻഡ് 3000 എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ പുതിയ ബാലൻസ് ഷീറ്റ്, അതായത് ന്യൂ പാർട്ട്ണർ വന്നതിന് ശേഷമുള്ളത് എല്ലാവരുടെയും കൂടിയുള്ള ബാലൻസ് ഷീറ്റാണ്. പുതിയ പാർട്ട്ണർ വന്നതിന് ശേഷം ഇപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് 3000 രൂപയാണോ എന്നുള്ള കാര്യം മനസ്സിലൊന്ന് ആലോചിക്കുക. അല്ല. എന്താ കാരണം? പുതിയ പാർട്ട്ണർ 15000 രൂപ ക്യാപിറ്റൽ കൊണ്ടുണ്ട്. ഇതാ ക്യാഷ് 15000 രൂപ. പിന്നെയോ പുതിയ പാർട്ട്ണർ പ്രീമിയമായിട്ട് 5000 രൂപ ഗുഡ് വിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ പാർട്ട്ണർ കൊണ്ടുവന്ന രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. എന്തൊക്കെയാണ്? 15000 രൂപ ക്യാപിറ്റൽ ഉണ്ട്, അതുപോലെ തന്നെ 5000 രൂപ ഗുഡ് വിൽ ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള എമൗണ്ട്. അപ്പോൾ ബ്രാക്കറ്റിൽ കാണിക്കുക 3000 പ്ലസ് 15000 പ്ലസ് 5000. 3000 പഴയത്, പുതിയ ആള് സി കൊണ്ടുവന്നത് 15000 ക്യാപിറ്റലും 5000 പ്രീമിയം. അങ്ങനെ അതെല്ലാം ചേർത്ത് 23000. ഇത് എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ കൂട്ടി എഴുതുന്നതെന്ന് വെച്ചാൽ ക്യാഷ് അക്കൗണ്ട് നമ്മൾ വരച്ചിട്ടില്ല. നമ്മൾ ക്യാഷ് അക്കൗണ്ട് വരയ്ക്കുകയായിരുന്നു എങ്കിൽ ആ ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ബാലൻസ് 23000 എന്നുള്ള അക്കൗണ്ടിൽ തന്നെ കിട്ടുമായിരുന്നു. പക്ഷെ ക്യാഷ് അക്കൗണ്ട് ഈ പ്രോബ്ലം ചെയ്യാറ്, നമ്മുടെ ഈ അഡ്മിഷൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഒരു ഇൻസിഗ്നിഫിക്കൻ്റ് അക്കൗണ്ട് ആയതുകൊണ്ട് നമ്മൾ അതിന് വലിയ മാർക്കൊന്നും കൊടുക്കാറില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്? ക്യാഷ് അക്കൗണ്ട് വരയ്ക്കാത്തത്. ക്യാഷ് അക്കൗണ്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്കത് കിട്ടും. നിങ്ങൾ ഒന്ന് ക്യാഷ് അക്കൗണ്ട് ഒന്ന് വരച്ച് നോക്കിക്കോളും. വരച്ച് നോക്കിയിട്ട് അത് കിട്ടുന്നില്ലെങ്കിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാൻ കാര്യങ്ങൾ. ക്യാഷ് അക്കൗണ്ട് വരച്ച് 23000 കിട്ടുകയാണെങ്കിൽ ഓക്കെ, നിർബന്ധമുള്ള അക്കൗണ്ട് അല്ല, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ക്യാഷ് അക്കൗണ്ട് വരച്ച് നോക്കും. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പഴയ ബാലൻസ് ഷീറ്റിൽ നിന്ന് ക്യാഷ് ഞാൻ എടുത്ത ക്യാഷ് ഞാൻ ടിക്ക് ചെയ്തു, അത് മാറ്റി. അടുത്ത് ഡെപ്റ്റേഴ്സ് ആണ്. ഡെപ്റ്റേഴ്സ് എത്ര രൂപയാണ്? 12000 രൂപ. അപ്പോൾ പുതിയ ബാലൻസ് ഷീറ്റിൽ ഡെപ്റ്റേഴ്സ് 12000 രൂപ നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഡെപ്റ്റേഴ്സിന് വ്യത്യാസങ്ങളുണ്ടോ? വ്യത്യാസങ്ങളുണ്ടോയെന്ന് എവിടെയാണ് നോക്കുക? നമ്മൾ നോക്കുന്നത് നമ്മുടെ ഇതിലാണ്. ഏതിൽ? റീവാലുവേഷൻ അക്കൗണ്ടിൽ. ഇത് ഡെപ്റ്റേഴ്സുമായി ബന്ധം പ്രൊവിഷൻ ഫോർ ഡെപ്റ്റ്ഫുൾ ഡെപ്റ്റ് 600 രൂപ ഇല്ലേ? വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഡെപ്റ്റേഴ്സിൻ്റെ വ്യത്യാസം പ്രൊവിഷൻ അതിൽ നിന്ന് കുറയ്ക്കേണ്ടതാണ്. അപ്പോൾ കുറച്ച് കാണിക്കണം. ലെസ് പ്രൊവിഷൻ ഫോർ ഡെപ്റ്റ്ഫുൾ ഡെപ്റ്റ് 600, ഔട്ടർ കോളം 11400 രൂപ. അപ്പോൾ അടുത്ത ഐറ്റം നമ്മളൊന്ന് ചെക്ക് ചെയ്യണോ? അടുത്ത ഐറ്റം എന്താണ്? ഡെപ്റ്റേഴ്സ് കഴിഞ്ഞാൽ സ്റ്റോക്ക് എത്ര രൂപയാണ്? സ്റ്റോക്ക് 15000. 15000 എഴുതുന്നതിന് മുമ്പ് നോക്കണം സ്റ്റോക്കിൻ്റെ വില വ്യത്യാസം ഉണ്ടോ? സ്റ്റോക്ക് ഇത് അവിടെ, സ്റ്റോക്ക് A- ആണ്. അപ്പോൾ കുറയ്ക്കേണ്ടതാണ് അല്ലേ? അപ്പോൾ നമ്മൾ അതുപോലെ ശ്രദ്ധിച്ച് ചെയ്യണം. സ്റ്റോക്ക് ഇന്നർ കോളത്തിൽ എഴുതി 15000. ലെസ് ഡിക്രീസ് ഇൻ സ്റ്റോക്ക് 1500, ഔട്ടർ കോളം 13500. അടുത്ത ഐറ്റം നോക്കുന്നു. സ്റ്റോക്ക് ടിക്ക് ചെയ്തു. അപ്പോൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞൊക്കെ ടിക്ക് ചെയ്യുക. ഫർണിച്ചർ നമ്മൾ എത്രയാണ് ഇവിടെ കാണുന്നത്? 10000. ഈ 10000 എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കുക. ഫർണിച്ചർ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഒരു A- ഉണ്ട്. അപ്പോൾ കുറയ്ക്കണം. അപ്പോൾ നമ്മൾ ഫർണിച്ചർ ഇന്നർ കോളത്തിൽ എഴുതി കുറയ്ക്കണം. ഫർണിച്ചർ 10000 ഇന്നർ കോളത്തിൽ എഴുതി. ആൻഡ് ലെസ് ഡിക്രീസ് ഇൻ ഫർണിച്ചർ 1000, ഔട്ടർ കോളം 9000 രൂപ. അടുത്ത ഐറ്റം നോക്കി നമ്മൾ. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് പ്ലാന്റ് ആൻഡ് മെഷീനറിയാണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി 30,000 ആണ്. എന്തെങ്കിലും വാല്യൂ ഡിഫറൻസ് ഉണ്ടോ? ഉണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറി A+ ആണ്. അപ്പോൾ കൂട്ടണം. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി ഇന്നർ കോളത്തിൽ 30,000 എഴുതി. പ്ലാന്റ് ആൻഡ് മെഷീനറി 30,000. ആഡ് അപ്രീസിയേഷൻ 3000, ഔട്ടർ കോളം 33,000. ഓക്കെ. അടുത്ത് അപ്പോൾ നമ്മൾ അസറ്റ് സൈഡൊക്കെ ടിക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി വേണ്ടത് ലയബിലിറ്റി സൈഡാണ്. ലയബിലിറ്റി സൈഡ് സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്. സൺട്രി ക്രെഡിറ്റേഴ്സിന് വല്ല വ്യത്യാസം ഉണ്ടോ? ഇതാ സൺട്രി ക്രെഡിറ്റേഴ്സ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കാണാം സൺട്രി ക്രെഡിറ്റേഴ്സ് ബൈ ക്രെഡിറ്റേഴ്സ് 100. അപ്പോൾ അതെന്താണ്? ഇത് L- ആണ്. അപ്പോൾ കുറയ്ക്കണം. അപ്പോൾ നമ്മൾ ഇന്നർ കോളത്തിലാണ് സൺട്രി ക്രെഡിറ്റേഴ്സ് എഴുതുന്നത്. സൺട്രി ക്രെഡിറ്റേഴ്സ് 20000. ലെസ് റിട്ടേൺ ഓഫ് 100, ഔട്ടർ കോളം 19,900. അപ്പോൾ അത് കഴിഞ്ഞു. അടുത്ത ഐറ്റം നോക്കാം. അടുത്ത ഐറ്റം റിസർവ് ആണ്.
റിസർവ് 5000 നമ്മൾ ഓൾറെഡി എ എന്ന് പറഞ്ഞ് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എടുക്കേണ്ട ആവശ്യമില്ല. എന്താ കാരണം? റിസർവ് ക്യാൻസൽ ചെയ്ത് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കയറ്റി പോയിട്ടുണ്ട്, അതുകൊണ്ട് അത് എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇനി അടുത്തത് എയുടെ ക്യാപിറ്റലും ബിയുടെ ക്യാപിറ്റലും അതും ടിക്ക് ചെയ്തിട്ടുള്ള ഐറ്റമാണ്. എന്താ കാരണം? ക്യാപിറ്റൽ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞാണ്, അപ്പോൾ അതും എടുക്കണ്ട. പക്ഷേ പുതിയ ക്യാപിറ്റൽ കിട്ടണം, എയുടെയും ബിയുടെയും സിയുടെയും കിട്ടാൻ വഴിയുണ്ട്. എന്താണ്? നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചാൽ പുതിയ ബാലൻസ് കിട്ടിയിട്ടുണ്ട്, ക്രെഡിറ്റ് ഡൗൺ കിട്ടിയിട്ടുണ്ട്, അത് എഴുതാം. അത് എഴുതുന്നതിന് മുമ്പ് വേറെ എന്തെങ്കിലും ഐറ്റം, അത് ഏറ്റവും അവസാനത്തെ ഐറ്റമായിട്ട് എഴുതാം ക്യാപിറ്റൽ അക്കൗണ്ട്. അതിന് മുമ്പ് എന്തെങ്കിലും ഐറ്റംസ് എഴുതാനുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ വാല്യൂ ഓഫ് ഡിഫറൻസിൽ വല്ല ഐറ്റംസും ബാക്കിയുണ്ടോ ചെയ്തതെന്നൊന്ന് ടിക്ക് ചെയ്യാനായിട്ട് റീവാലുവേഷൻ അക്കൗണ്ട് നമ്മളൊന്നും കൂടി നോക്കുന്നു. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് നോക്കുമ്പോൾ നമ്മൾ കണ്ടു, നമ്മൾ പ്ലാന്റ് ആൻഡ് മെഷീനറി നമ്മൾ A+ നമ്മൾ ബാലൻസ് ഷീറ്റിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്, A- ആണ്. സോറി, ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുപോയിട്ടില്ല, കൊണ്ടുപോയത് ഫർണിച്ചർ ആയിരുന്നു. ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുപോകാത്തായിട്ടാണ്. കാരണം എന്താ? ഇൻവെസ്റ്റ്മെന്റ് അൺറെക്കോർഡഡ് ഇൻവെസ്റ്റ്മെന്റാണ്. അപ്പോൾ പഴയ ബാലൻസ് ഷീറ്റിൽ അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലായ്മയിൽ നിന്നുണ്ടായതാണ് ഈ ഇൻവെസ്റ്റ്മെന്റ്, പൂജ്യത്തിൽ നിന്ന് വർധനവ്. അപ്പോൾ പുതിയൊരു ഐറ്റമായിട്ട് പൂജ്യത്തിൽ നിന്ന് വർധനവ്, അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് അവിടെ കാണിക്കണം. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നർ കോളത്തിൽ ഇൻവെസ്റ്റ്മെന്റ് 0 എന്ന് എഴുതി ആഡ് എന്നൊന്നും എഴുതണ്ട, ഇൻവെസ്റ്റ്മെന്റ് 0 എന്ന് കാണിക്കണം. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ് നേരിട്ടിട്ട് 10,000 രൂപ എന്ന് എഴുതി അവസാനിപ്പിക്കാം. ഓക്കെ, ഇനി വല്ലതും ബാക്കിയുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ പ്ലാന്റ് ആൻഡ് മെഷീനറി കൂട്ടി, ഇൻവെസ്റ്റ്മെന്റ് അവിടെ കാണിച്ചിട്ടുണ്ട് ബാലൻസ് ഷീറ്റിലെ. സൺഡ്രി ക്രെഡിറ്റേഴ്സ് ലെസ് ചെയ്താണ്, അത് ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് ലെസ് ചെയ്ത് കാണിച്ചു, ഫർണിച്ചർ ലെസ് ചെയ്ത് കാണിച്ചു, പ്രൊവിഷൻ ഫോർ ഡക്റ്റ് നമ്മളെ സൺഡ്രി ഡക്റ്റേഴ്സ് ലെസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ബാലൻസ് ഷീറ്റിൽ. പ്രൊവിഷൻ ഫോർ ഔട്ട്സ്റ്റാൻഡിങ് ഇലക്ട്രിസിറ്റി ബിൽ ഇത് കാണിച്ചിട്ടില്ല. കാരണം എന്താ? ഇതൊരു L+ ആയിരുന്നു, പക്ഷെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഐറ്റം കൂടെ ബാലൻസ് ഷീറ്റിൽ ഉണ്ടായിട്ടില്ല. ഒരു പുതിയ ഐറ്റമായിട്ട് ഡെവലപ്പ് ചെയ്തതാണ്, 0 എന്നുള്ള വർധനവ്. അപ്പോൾ നമുക്കത് കാണിക്കണം, ഒരു L+ ആണ്, ലൈബിലിറ്റിയാണ്. അപ്പോൾ ലൈബിലിറ്റി 0 നിന്ന് വർദ്ധിച്ചാണ്. അപ്പോൾ ലൈബിലിറ്റി അവിടെ 0 ആയിട്ട് അതിൻ്റെ കൂടെ കൂട്ടൊന്നും വേണ്ട, നേരിട്ട് എഴുതിയാൽ മതി. പ്രൊവിഷൻ ഫോർ ഔട്ട്സ്റ്റാൻഡിങ് ഇലക്ട്രിസിറ്റി ബിൽ 200 രൂപ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി വല്ല ഐറ്റംസ് ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാം. നമ്മൾ പ്രൊവിഷൻ ഫോർ ഡക്ട് എടുത്ത്, പ്രൊവിഷൻ ഫോർ ഔട്ട്സ്റ്റാൻഡിങ് ഇലക്ട്രിസിറ്റി ബിൽ എടുത്തു. ഇത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്താണ്, നമുക്കിവിടെ അവിടേക്ക് ആവശ്യമില്ല, ബാലൻസ് ഷീറ്റിലേക്ക് ആവശ്യമില്ല. ഇനി അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇനി നമ്മൾ ക്യാപിറ്റൽ എഴുതാം. അപ്പോൾ ക്യാപിറ്റൽ, പുതിയ ക്യാപിറ്റൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പുതിയ ക്യാപിറ്റൽ എത്രയാണ്? ഇത് അവിടെ എഴുതിയിട്ടുണ്ട്. പുതിയ ക്യാപിറ്റൽ നമുക്ക് കിട്ടിയത് 31,480, 24,320 ആൻഡ് 15,000. അത് നമ്മൾ രേഖപ്പെടുത്തുന്നത് എയുടെയും ബിയുടെയും സിയുടെയും ക്യാപിറ്റൽ. ഔട്ടർ കോളം 70,800. അത് നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് സൈഡും ടാലിയായി അവസാനിക്കുന്നു 90,900. 2 sides are equal. അങ്ങനെ നമ്മൾ ടാലിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് ഷീറ്റ് ടാലിയായി, നമ്മുടെ പ്രോബ്ലം ചെയ്തത് ശരിയായി. ഓക്കെ, താങ്ക് യു.